ഈ ഉള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ആ സ്മെല്ല് നല്ലൊരു മണം വരുന്നുണ്ട്. ഇവിടെ എല്ലാരും കൊതി പിടിച്ചിരിക്കുകയാണ്. അപ്പം ബിരിയാണി കഴിക്കാം. ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇത് ഞാൻ ലഞ്ചിന് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ ആർക്കും തന്നെ കേരള റൈസിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. ഇപ്പൊ ചോറ്, സാമ്പാർ, തോരനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ മുഖത്ത് അത്ര ഒരു തെളിച്ചുണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി റൈസോ അല്ലെങ്കിൽ സോനാ മസൂരിയൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി വെജിറ്റബിൾ പുലാവ് അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ്, ചിക്കൻ റൈസ് അല്ലെങ്കിൽ കടലയൊക്കെ ഇട്ടിട്ട് കടല റൈസ് അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അല്ലെങ്കിൽ ലഞ്ചിന് ചപ്പാത്തി ഉണ്ടാക്കും. അതായത് ചോറിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പൊ ഇന്ന് ലഞ്ചിന് ഞാൻ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇത് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുമല്ലോ. അപ്പൊ ഇന്നത്തെ ബിരിയാണിക്ക് ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഒരു തുള്ളി പോലും എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇത് 1 കിലോ ചിക്കൻ ആണ്. കറി പീസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി പീസ് ആയിട്ട് തന്നെ എടുക്കാം. ഇന്നലെ രാത്രി തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ പെരട്ടി ഞാൻ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലെ താഴത്തെ തട്ടില് വെച്ചേക്കുമായിരുന്നു. ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് ഉപ്പ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും ഉപ്പ് പെരട്ടി ചിക്കൻ വെക്കുവാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ്. അതായത് എരിവ് കുറഞ്ഞ മുളക് പൊടി. ഇത് 4 ടീസ്പൂൺ ആഡ് ചെയ്യാം. മറ്റേ എരിവ് കൂടിയ മുളക് പൊടി അല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. എരിവ് കൂടിയ മുളക് പൊടി ആണെങ്കിൽ ഇത്രയൊന്നും ആഡ് ചെയ്യരുത്. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുവാണ്. ഇനി വറുത്ത് പൊടിച്ച ജീരകപ്പൊടി ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ജീരകപ്പൊടി മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യണം. കാരണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. ഇനി ഒരു കൈ നിറയെ ഉള്ളി ചേർക്കാം. ഈ ഉള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, വളരെ തിന്നായിട്ട് ഇതുപോലെ നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് എന്ന് പറയാം. അത്രയ്ക്ക് തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. കാരണം നമ്മൾ ഉള്ളിയൊന്നും വഴറ്റുന്നൊന്നുമില്ല. അപ്പൊ കട്ടി കൂടിയിട്ടാണ് അരിഞ്ഞിടുന്നതെങ്കിൽ ബിരിയാണി കഴിക്കുമ്പോൾ ഉള്ളി ഇങ്ങനെ കടിക്കും. അതെന്തോ കല്ല് കടിക്കുന്ന പോലെ എന്ന് പറയില്ലേ, അത്രയ്ക്കൊരു ടേസ്റ്റി അല്ല. അപ്പൊ എപ്പോഴും തിന്നായിട്ട് അരിയാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതേ ഒരു മീഡിയം സൈസ്ഡ് തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കൈ നിറയെ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും അത്രയും തന്നെ പുതിനയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർക്കുവാണ്. മല്ലിച്ചപ്പും പുതിനയിലയും എന്തായാലും ചേർക്കണം. 1 കിലോ ചിക്കന് ഇത്രയും തന്നെ ചേർക്കണം. ഇത് 2 പച്ചമുളക് നെടുകെ കീറിയതാണ്, അതും കൂടെ ചേർക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു 4 എണ്ണം വരെ ചേർക്കാട്ടോ. ഇനി ഇതേ തൈരാണ് ചേർക്കുന്നത്. നമ്മൾ സാധാരണ വാങ്ങുന്ന പാക്കറ്റ് ഉണ്ടല്ലോ 500 ഗ്രാമിന്റെ, അപ്പൊ അതാണ് ചേർക്കുന്നത്. അത് മുഴുവനായിട്ടും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തു. കാരണം ചിക്കനിലേക്ക് മാത്രമായിരുന്നല്ലോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉപ്പ് കുറവായിരുന്നു. ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കുന്ന പോലെ വേണം ഉപ്പിടാൻ. അപ്പൊ നമ്മുടെ ചിക്കൻ മിക്സ് റെഡിയായി. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പൊ സമയം നോക്കിയപ്പോ 11:15 ഇനി ഒരു 1 hour എനിക്ക് സമയമുള്ളൂ ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഓൾറെഡി നല്ല പ്ലാൻഡ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് തലേദിവസം രാത്രി തന്നെ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കും. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ ഏതെങ്കിലും ഒരു തട്ടിലാണ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അങ്ങനെ ഒരു ഓവർനൈറ്റ് ഒക്കെ ഇരുന്ന് പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ മസാല ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു 1 hour ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് റൈസിന്റെ കാര്യം നോക്കാം. ഞാനിവിടെ 1 കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ നീളത്തിലുള്ള അരിയില്ലേ, അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് ഇട്ടേക്കുവാണ്. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അരി ഊറ്റിയെടുക്കണം. ഈ അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഉപ്പ് മുന്നിട്ട് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ അരി വെന്ത് കഴിയുമ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് തോന്നത്തുള്ളൂ. പിന്നെ ഇവിടെ ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാനില്ല. കാരണം നമ്മൾ സാധാരണ ചോറൊക്കെ വേവിക്കുന്നത് പോലെ അധികം വെള്ളത്തിൽ വേവിച്ചതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുവാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 2 കഷ്ണം കറുവപ്പട്ട, ഒരു പകുതി ജാതിപത്രി, ഒരു 3 ഏലക്ക, ഒരു സ്റ്റാർ അനൈസ്, ഒരു 5 ഗ്രാമ്പു. എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് സ്പൈസസ് എത്ര ചേർക്കണം എന്നുള്ളത്. 1 കിലോ റൈസിന് ഇത്രയൊക്കെ മതി, ഒരുപാട് ഇടേണ്ട ആവശ്യമേ ഇല്ല. ഇനി നമുക്ക് അരി ഇടാം. 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അരി ഊറ്റി മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ അരി മുഴുവനായിട്ട് വേവാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ ദമ്മിടുവാണ് ചെയ്യുന്നത്. അരിയൊന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം റെഡിയാക്കാനുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ബിരിയാണി ദമ്മിടുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി ദമ്മിടുന്നത് ആ ഒരു പാത്രത്തിന്റെ അടിയിലേക്ക് ഇതുപോലെ നമ്മുടെ മാരിനേറ്റഡ് ചിക്കൻ അങ്ങ് നിരത്തി കൊടുക്കുക. അവസാനത്തെ ഈ തൈരിന്റെ ഒക്കെ ആ മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ചിക്കനിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് തേച്ച് പെരട്ടി കൊടുക്കുക കേട്ടോ. ആ സ്മെല്ല്, എന്റെ പൊന്നിടുവേ, ആ സ്മെല്ലിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളിവിടെ ഒന്നും തന്നെ വഴറ്റോ വേവിക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ചിക്കന്റെ ഈ മിക്സ് ഡയറക്റ്റ് ദമ്മിടാൻ പോവാണ്.
പിന്നെ ആദ്യത്തെ 2 ലെയർ റൈസ് 1/4 ഭാഗം വേവുന്നതിന് മുമ്പ് തന്നെ ഇടണം. കാരണം അടിയിലായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വെന്തോളും. മേലെയുള്ള ഈ റൈസിന്റെ ലേയേഴ്സ് 1/4 ഭാഗം വെന്ത റൈസ് ആണ് ഇടുന്നത്. അടിയിലുള്ള റൈസ് ഓവർ കുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് മേലെ കുറച്ച് നെയ്യ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 to 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. കുറച്ച് മല്ലിച്ചപ്പും പുതിനയിലയൊക്കെ ഇടാം. അതുപോലെ കാഷ്നട്ട് മുന്തിരിയൊക്കെ നെയ്യിൽ ഫ്രൈ ചെയ്തിടുന്നവർക്ക് അതൊക്കെ ചേർക്കാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇപ്പോ. ഇനി നമുക്ക് അടച്ചു വെച്ച് ദം ഇടാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 20 മിനിറ്റ്സ് ദം ഇടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം ഒരു 20 മിനിറ്റ്സ് കൂടെ ദമ്മിലിരിക്കട്ടെ. ഈ ഫ്ലെയിം നിങ്ങളുടെ സ്റ്റവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയ്യോ കരിഞ്ഞു പോയെന്നൊന്നും പറഞ്ഞേക്കരുത്. ചില സ്റ്റവിന് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഭയങ്കര ചൂടായിരിക്കും. അങ്ങനെ 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു. പിന്നെ ഒരു 20 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്തതിനു ശേഷം ദം അങ്ങ് പൊട്ടിച്ചേക്കുവാണ്. മേലെയുള്ള റൈസ് ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അടിയിൽ ചെറിയൊരു ലെയർ റൈസ് വെച്ചിട്ട് നമ്മുടെ മസാലയുമായിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. നല്ലൊരു മണം വരുന്നുണ്ട്. ഇവിടെ എല്ലാരും കൊതി പിടിച്ചിരിക്കുകയാണ്. അപ്പം ബിരിയാണി കഴിക്കാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു തുള്ളി പോലും എണ്ണ ചേർക്കാതെയാണ് ഈ ഒരു ബിരിയാണി റെഡിയാക്കിയിട്ടുള്ളത്. അതുപോലെ ഭയങ്കര ഈസിയും കൂടെയാണ്. ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് തന്നെ നോക്കണം. അപ്പോ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.